Hi, welcome back to my channel. This is nice. Christmas ഒക്കെ ആവാറായി ഡിസംബർ മാസമൊക്കെ ആയല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വൈനല്ല, നമ്മുടെ ട്രഡീഷണൽ ഗ്രേപ്സ് വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതൊരു 21 days 23 days പ്രിപ്പറേഷൻ ഉണ്ട്. ഞാനപ്പോൾ അതിന് വേണ്ടിയാണ് ക്രിസ്മസ് തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ ഡിസംബർ 1st ഇത് അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിൽ പറയുന്ന മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ക്രിസ്മസിന് ഗ്രേപ്സ് വൈനൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യുക. നമുക്കപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഗ്രേപ്സ് വൈൻ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കപ്പോൾ ഇന്ന് മുന്തിരിങ്ങ കൊണ്ട് വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ നല്ല കറുത്ത 2 കിലോ മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് ഉണക്കിയെടുത്തതാണിത്. വെള്ളം ഒരംശം പോലും പാടില്ല. നമ്മൾ വൈനിടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ജാറിലാണെങ്കിലും ഒന്നും ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. നന്നായിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെ എടുത്തു വെച്ച മുന്തിരിങ്ങയാണിത്. നമുക്ക് ഇതിലോട്ട് വേണ്ടത് പിന്നെ കുറച്ച് പട്ട, ഏലക്ക, ഗ്രാമ്പു ഇത്രയും വേണം. ഞാനിപ്പോൾ 2 കിലോയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വലിയ കഷ്ണം പട്ടയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പിടി ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ചെറിയ പിടി ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു മുട്ടയുടെ വെള്ളയുണ്ട്, കുറച്ച് സൂചി ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒരു 3-4 ലിറ്ററോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടായിട്ട് വെച്ചേക്കണം. പിന്നെ ഞാൻ 2 കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാര എടുത്തിരിക്കുന്നത്. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചും കൂടി പഞ്ചസാര കുറച്ചിടാൻ മതി. ഇപ്പോൾ അധികം ഓവർ മധുരമല്ല, എന്നാൽ അധികം കുറവല്ലാത്ത രീതിയിൽ മധുരം ഉണ്ടാവും. ഞാനപ്പോൾ അതിനായിട്ട് 2 കിലോ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി എങ്ങനെയാണ് ഇപ്പം വൈൻ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇവിടെ നാട്ടിലൊക്കെ ഭരണിയിലാണ് ഇടുന്നത്. നമുക്കിവിടെ ഭരണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചുതരാം. നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ജാറായിരിക്കണം. ഇങ്ങനെ നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ജാർ എടുക്കുമ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ലെയറായിട്ട് ആദ്യം തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 ലിറ്ററിൻ്റെ ജാറാണ് എടുത്തേക്കണേ. ഞാനപ്പോൾ ഇതിൽ ഒരു ലെയർ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ലെയർ പഞ്ചസാര ഇടുകയാണ്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാലയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഒരു ലെയർ, പിന്നെയും ഒരു ലെയർ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പിന്നെയും മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം കുറച്ച്. ഇതിലോട്ട് ഈ ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൽ നിന്ന് പകുതിയോളം ഇട്ട് കൊടുക്കാം. അടുത്ത സെറ്റ് ഇതേപോലെ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 2 കിലോ മുന്തിരിങ്ങ മൊത്തം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു പിടിയും കൂടി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ടയുടെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് തിളപ്പിച്ചേറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. വെള്ളം താഴത്തോട്ട് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഇരിക്കും. ഞാൻ ഈ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടണ കുപ്പിയുടെ ഏകദേശം ഇവിടം വരെ ഉണ്ട് നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങൾ. ഇത്ര നിറയ്ക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെർമനൻ്റ് ചെയ്യുമ്പോൾ കുപ്പി നിന്ന് കവിഞ്ഞ് പോകും. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം നിറയ്ക്കാൻ പാടുള്ളൂ. കുത്തി നിറച്ച് വെക്കരുത്. നമുക്കിനി നന്നായിട്ട് ഇത് അടച്ച് 21 ദിവസം സൂക്ഷിക്കണം. നന്നായിട്ട് ഇത് എയർ കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് 21 ദിവസം
വൈനാവാൻ വേണ്ടിയിട്ട് വെക്കണം. 3 ദിവസം കൂടുന്തോറും 3 ദിവസം കൂടുന്തോറും ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഇളക്കാം. വലത്തോട്ടാണ് ഇളക്കണമെങ്കിൽ എപ്പോഴും ഇളക്കുമ്പോൾ വലത്തോട്ട് തന്നെ ഇളക്കുക. ഇപ്പോൾ ഇടത്തോട്ടാണ് ഇളക്കണമെങ്കിൽ ഇടത്തോട്ട് തന്നെ ഇളക്കുക. മിക്സ് ചെയ്ത് ഇളക്കരുത്, ഒരു ഡയറക്ഷനിലോട്ട് തന്നെ എപ്പോഴും ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് 21 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാൻ. നമ്മുടെ വൈൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ 21 ദിവസം മുമ്പ് കെട്ടിവെച്ച വൈനാണത്. ഞാനത് ഈ കുപ്പിലാണ് ആദ്യം കാണിച്ചു വെച്ചത് കെട്ടണത്. അതിൽ കൊള്ളാണ്ടായപ്പോക്കും ഞാൻ ഈ കുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു വലിയ കുപ്പി എടുത്ത് അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കപ്പോൾ ഇത് തുറക്കാം. 21 ദിവസത്തിനിടയിൽ 2 ദിവസം കൂടുമ്പോൾ ഇതെടുത്തിട്ട് അയച്ചിട്ട് ഞാൻ വലതുവശത്തോട്ട് ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കെട്ടിവെച്ച വൈനാണ്. ഇപ്പോൾ 21 ദിവസം ആയിട്ടുണ്ട്. നമുക്കിനി വൈൻ ഓപ്പൺ ചെയ്യാം. തുറക്കുമ്പോൾ തന്നെ നല്ല വൈൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. 21 ദിവസം ഇരുന്ന് നമ്മുടെ ഇട്ടേച്ച മുന്തിരിങ്ങയൊക്കെ ഒന്ന് ചുരുങ്ങിയ ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മുന്തിരിങ്ങയൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത് ഫുള്ള് ആ വൈനിലോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വൈൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ഒരു തുള്ളി വെള്ളം പാടില്ല. ഒന്നിലും നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിലോ ഒന്നിനും വെള്ളം പാടില്ല. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വൈൻ ഇതിനകത്തോട്ട് അരിച്ചു മാറ്റാം. ഇപ്പം ഇതിൽ മുന്തിരിങ്ങ മാത്രം വീണിട്ടുള്ളൂ. ബാക്കി വാട്ടറൊക്കെ കുറച്ച് ഈ പാത്രത്തിലോട്ട് വീണേക്കണത്. നമുക്ക് ഈ അരിപ്പ ഇതിൻ്റെ പൊക്കത്തോട്ട് വയ്ക്കാം. ഞാനപ്പോൾ ഇവിടെ ഈ വലിയ ജാറ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അരിച്ചത് ഈ വലിയ ജാറിലോട്ട് മാറ്റുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റാം. ഞാനിപ്പോൾ ഈ വലിയ ജാറിൽ ഒഴിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയ കുപ്പിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈനായിട്ടുള്ള ഈ സത്ത് ഈ വലിയ ജാറിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചുണക്കി വെച്ചിരിക്കുന്ന കുപ്പിയായിരിക്കണം. ഒരു തുള്ളി വെള്ളത്തിനെ കടലുണ്ടെങ്കിൽ പൂപ്പൽ വരാനും പുഴു വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വൈൻ കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച മുന്തിരിങ്ങ നന്നായിട്ട് ചുരുങ്ങി ആയിട്ടുണ്ട്. നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള സത്തൊക്കെ ഈ വൈനോട്ട് ഇറങ്ങിയിട്ട് നമുക്കിനി ഇത് കൈ കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫുൾ കണ്ടൻറ്റ് എടുക്കാനായിട്ട് നമുക്കപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാം. നിങ്ങളടുത്ത് ഒരു തോർത്തുമുണ്ട് ഉണ്ടെങ്കിൽ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞാലും മതി. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നീര് ഇറക്കിയെടുക്കണം കേട്ടോ. കൈ കൊണ്ട് പിഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കയ്യിൽ വെള്ളം അല്ലെങ്കിൽ അങ്ങനെ അടുത്തൊന്നും പാടില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കൈ കൊണ്ട് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മൊത്തം പിഴിഞ്ഞെടുക്കാം. നമ്മൾ ആ മുന്തിരിങ്ങ എല്ലാം ഇപ്പം നല്ലോണം കൈ കൊണ്ട് പിഴിഞ്ഞ് അന്നത്തെ ജ്യൂസ് ഫുള്ള് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരിച്ചിട്ട് ഈ കുപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വൈനൊക്കെ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ചില്ല് കുപ്പി തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഉപയോഗിക്കരുത് ഒരിക്കലും. നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ചില്ല് കുപ്പി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത്രയുള്ള പരിപാടി. നമ്മുടെ വൈൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക. ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് വൈനാണ്. കാരണം ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒട്ടും ഒന്നും ചേർത്തിട്ടില്ല. ഇതേപോലെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.